ലോകത്തിലെ ഓഡിയോ ടെക്നോളജിയുടെ ചരിത്രം മാറ്റിമറിച്ച ഒരു ഇന്ത്യക്കാരൻ. ആ ഇന്ത്യക്കാരൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ 2 മിനിറ്റ് ടേക്കിലൂടെ കേൾക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് അമർ. 1929 ഫിലാഡൽഫിയയിൽ ജനിച്ച ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അമ്മ അമേരിക്കക്കാരിയായിരുന്നു. അപ്പോൾ ചെറുപ്പകാലത്ത് തന്നെ ഇലക്ട്രോണിക്സുകളോടും സൗണ്ടിനോടൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു അമർ. പക്ഷേ അമറിൻ്റെ കുടുംബം അത്ര സാമ്പത്തികമായിട്ടൊരു നല്ല നിലയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ റേഡിയോ റിപ്പയർ ചെയ്തും മറ്റും അമർ ഒരുപാട് പോക്കറ്റ് മണി ഉണ്ടാക്കി. പക്ഷേ തൻ്റെ കഴിവ് ഉപയോഗിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT-യിൽ അമർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. അവിടെ നിന്ന് PhD കഴിഞ്ഞ ശേഷം അവിടെ തന്നെ ഒരു പ്രൊഫസറായിട്ടും ജോലി ചെയ്തു. അപ്പോൾ ജോലിയൊക്കെ കിട്ടി എല്ലാം സെറ്റിലായി വരുന്ന സമയത്താണ് തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചൊരു സംഭവം ഉണ്ടായത്. 1950 അമർ ഒരു ഹൈ എൻഡ് ഓഡിയോ സിസ്റ്റം വാങ്ങി. പക്ഷേ ആ ഓഡിയോ സിസ്റ്റത്തിൽ നിന്ന് പാട്ട് കേട്ടപ്പോൾ അമറിന് തീരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. കാരണം വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള വോയിസും ബേസും ട്രബിളൊന്നും ഒട്ടും അപ്പീലിംഗ് അല്ലാതെയാണ് അതിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അമറിന് മനസ്സിലായി ട്രഡീഷണൽ ഓഡിയോ കമ്പനീസ് വളരെ മോശമായിട്ടാണ് ഓഡിയോ സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പുള്ളി ഉടനെ തന്നെ പുള്ളിയുടെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു ഒരു നല്ല ഓഡിയോ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പുള്ളി 10-12 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി അവസാനം 1964 സ്വന്തമായിട്ടൊരു കമ്പനി കണ്ടുപിടിച്ചു. ഈ കമ്പനി ഡെവലപ്പ് ചെയ്ത റിഫ്ലക്റ്റീവ് സ്പീക്കർ സിസ്റ്റം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കൺവെൻഷണൽ നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്ത ഈ സിസ്റ്റം എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഇഷ്ടമായി, സെയിൽസ് കൂടി. പക്ഷേ അമർ വെറുതെ ഇരുന്നില്ല. അതിനിടയ്ക്ക് ഒരു തവണ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അമറിന് ഈ പാട്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര സൗണ്ടാണ് വിമാനത്തിനകത്ത്. അപ്പോഴാണ് പുള്ളി അവിടെ ഈ നോയിസ് ക്യാൻസലിങ്ങിനെ കുറിച്ച് ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. അതിനുശേഷം 12 വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അവസാനം ലോകത്തിൽ ആദ്യത്തെ നോയിസ് ക്യാൻസലിംഗ് ഏവിയേഷൻ ഹെഡ്സെറ്റ് അമർ കണ്ടുപിടിച്ചു, അമറിൻ്റെ കമ്പനി. അതിനുശേഷം അമറിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അമറിൻ്റെ കമ്പനിയുടെ പുതിയ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കാൻ തുടങ്ങി. ഇൻഫാക്ട് അമറിൻ്റെ കമ്പനി ഹൈ എൻഡ് പ്രീമിയം ഓഡിയോ സിസ്റ്റത്തിൻ്റെ പര്യായമായി മാറി. അമറിൻ്റെ ഫുൾ നെയിം എന്താണെന്നല്ലേ? അമർ ബോസ്. ആൻഡ് ദ കമ്പനി ഈസ് ബോസ് കോർപ്പറേഷൻ. ഇന്ന് നിങ്ങൾ എയർപോർട്ട് അനൗൺസ്മെൻറ്റ് ഏരിയകളിൽ പോയി കഴിഞ്ഞാലും കൺസേർട്ട് ഹാളുകളിൽ പോയി കഴിഞ്ഞാലും നോയിസ് ക്യാൻസലേഷൻ ഹെഡ്സെറ്റുകളുടെ ഇടയിൽ പോയാലും ഒരൊറ്റ പേര് മാത്രം, ബോസ്. And the story of Amar Bose tells us one thing: innovation is the product of patience and passion.